മാർഗം 4 കിലോമീറ്റർ ലെങ്ത് ഉണ്ട് ഇതിന്. 3 പാലങ്ങളുണ്ട്. ഹൗസ് ബോട്ട് ബ്രിഡ്ജ്, ഹൗസ് ബോട്ടിന്റെ ഷേപ്പിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അടുത്തത് റെയിൻബോ ബ്രിഡ്ജ്, മഴവിൽ പാലം. അത് കഴിഞ്ഞ് വരുന്നത് ചീനവല, ചൈനീസ് ഫിഷിംഗ് നെറ്റ്. അങ്ങനെ 3 പാലങ്ങളാണുള്ളത്. രാമൻതുരത്തിന്റെ പ്രത്യേകത 3 കുടുംബങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു 12-13 വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഈ ഏരിയ മൊത്തം ഏറ്റെടുത്തു വല്ലർപാടം കണ്ടെയ്നർ ടെർമിനൽ വന്നപ്പോ. എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഗവൺമെന്റ് ഇവിടുന്ന് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് മറ്റിടങ്ങളിലേക്ക് മാറ്റി. ആ 3 കുടുംബങ്ങൾക്ക് മാത്രം സഹായം ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നത് ഒരു ഭാഗം, ഒരു കഥ. രണ്ടാമത്തെ ഒരു കഥയുണ്ട്, അവര് സഹായം ഒന്നും സ്വീകരിച്ചില്ല എന്നുള്ള കഥ. അവർക്ക് വേണ്ട, ഞങ്ങൾക്ക് സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ തന്നെ താമസിക്കുന്നു എന്നും പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇലക്ഷന്റെ സമയത്ത് അവർക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പോളിംഗ് സ്റ്റേഷൻ ഇതിനകത്ത് വരാറുണ്ട്. അതാണ് ഈ ഭാഗത്തിന്റെ പ്രത്യേകത. രാമൻതുരുത്ത് ഇത് ചതുപ്പ് നിലക്കാട്, കണ്ടൽക്കാട്, മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയും. അപ്പൊ ഇത് ഈ പാലത്തിന്റെ അടിയിൽ കൂടി ഒഴുകി വരുന്നത് പെരിയാറാണ്. പെരിയാർ, മുല്ലപ്പെരിയാർ ഡാം ഉണ്ടല്ലോ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പെരിയാർ റിവർ കൊച്ചി കായലിൽ വന്ന് ചേരുകയാണ്. എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് കാരിയർ അതിവിടെയാണ് ബിൽഡ് ചെയ്യുന്നത് കേട്ടോ. അത് പണിതോടുകൂടി 1ാം സ്ഥാനത്തേക്ക് എത്തി. അടുത്ത കാഴ്ച ഇത് നോക്കാം. നമ്മുടെ ബോട്ടിന്റെ വലത് ഭാഗത്ത് കേട്ടോ, DP വേൾഡ്. ഇതാണ് DP വേൾഡ്. ഈ കപ്പൽ കിടക്കുന്ന ഭാഗം DP വേൾഡ്, അതായത് ദുബായ് പോർട്ട് വേൾഡ്. അത് ദുബായിലുള്ള ഒരു കമ്പനിയാണ്. അവരാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, അവരാണ് ഇപ്പൊ ഇത് നടത്തുന്നത്. 30 വർഷത്തേക്ക് ഇന്ത്യ ഗവൺമെന്റുമായിട്ടുള്ള കരാറാണ്. ഇപ്പൊ 12 വർഷം കഴിഞ്ഞു. ബാക്കിയുള്ള വർഷം കൂടി DP വേൾഡ് ആയിരിക്കും ഇത് നടത്തുന്നത്. കടലിൽ പോയത് അതേപോലെ ഒരു തടിയുടെ പുറത്തിരുന്നിട്ടാ. ഈ തടിയുടെ പ്രത്യേകത, തടി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ റോളാവും, ഇരിക്കാൻ പറ്റില്ല, ഉരുണ്ട് പോകുമല്ലോ. അങ്ങനെ ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലും ആ തടിയുടെ ഫ്രണ്ട് സൈഡിലും ബാക്കിലുമായിട്ട് രണ്ട് സൈഡിലേക്ക് 2 കൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ കൈകളെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ സംഭവമാണ് കട്ടമരം എന്നുള്ളത്. ബ്രിട്ടീഷുകാരൻ ആ പേര് ഉച്ചരിച്ചപ്പോ കട്ടമരനായതാണ്. മലയാളിയോട് ചോദിച്ചു എന്താണ് ഇതിന്റെ പേരെന്ന് ചോദിച്ചപ്പോ കട്ടമരം എന്ന് പറഞ്ഞതാണ്. ബ്രിട്ടീഷുകാരൻ ശരിയായില്ല, അക്ഷരം ശരിയായി വന്നില്ല, അത് കറ്റമരനായി. പിന്നീട് ഈ ഷേപ്പിലുള്ള ബോട്ടും ഉണ്ടാക്കി. ഇതിന്റെ ഗുണം, ശക്തമായിട്ടുള്ള തിരമാല അടിച്ചാലും ഇത് അനങ്ങത്തില്ല, ആ തിരമാലയെ അതിജീവിക്കാനുള്ള കരുത്തുള്ളതാണ് കറ്റമരം എന്ന് പറഞ്ഞ ബോട്ട്. ഈ കാടിന്റെ പേര് വിമല എന്നാണ്. വിമല വനം എന്നാണ് ഈ കാടിനെ അറിയപ്പെടുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് വരുന്നത് ഗുണ്ടു ഐലൻഡ് ആണ്. ആ തെങ്ങെല്ലാം നിൽക്കുന്ന ഭാഗം ഗുണ്ടു ഐലൻഡ് ആണ്. ഗുണ്ടു ഐലൻഡ് പ്രൈവറ്റ് ആണ്. നമ്മുടെ ടാറ്റ ഗ്രൂപ്പിന്റെ കൈവശം ഇരിക്കുന്ന ഒരു ഐലൻഡ് ആണ് ഗുണ്ടു ഐലൻഡ്. അത് കഴിഞ്ഞ് വരുന്നത് വൈപ്പിനാണ്. ഈ കാണുന്ന ഐലൻഡ് വൈപ്പിൻ. ഒരു പ്രത്യേകത, റെക്കോർഡ് ഏഷ്യയിൽ വെച്ചിട്ട് ഒരു ഐലൻഡിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഐലൻഡ് വൈപ്പിനാണ്. 8 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഐലൻഡാണ് വൈപ്പിൻ ഐലൻഡ്. 25 കിലോമീറ്റർ ആണ് ഈ ഐലൻഡിന്റെ നീളം. ഒരു ഭാഗത്ത് കായല്, അപ്പുറത്തെ സൈഡിൽ കടല്. അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ പോകുമ്പോഴാണ് ആളുകൾ ടൈറ്റായിട്ട് തിങ്ങി താമസിക്കുന്ന ഏരിയ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇത് അവിടെ ഉള്ളത്. ചീനവല നോക്കി, ചൈനീസ് ഫിഷിംഗ് നെറ്റ്. ചീനവല ഇതില് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വല ചൈനക്കാർ കണ്ടുപിടിച്ചതാണെന്നുള്ളത്.